നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവി എന്ത് എന്നറിയാൻ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അൽ നസ്റുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഇത് എക്സ്പയർ ആവാൻ പോകുന്നു. അവിടെ തുടരുമോ അതല്ല മറ്റേതെങ്കിലും ക്ലബിലേക്ക് ചേക്കേറുമോ, ഇങ്ങനെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യൻ സോഴ്സുകളിൽ കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് അൽ നസർ അദ്ദേഹത്തിന് പുതിയ കോൺട്രാക്റ്റ് കൊടുക്കും, ഓഫർ കൊടുക്കും. അതിൽ അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ടീം ശക്തിപ്പെടുത്താനായിട്ട് വമ്പൻ താരങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. CR7 ഒരു ആവശ്യം അതാണ്, ടീം കൂടുതൽ ശക്തമാവണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിറവേറ്റാൻ വേണ്ടി അൽ നസർ ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ സൗദി അറേബ്യൻ സോഴ്സുകളിലൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല ഫെർണാണ്ടോ ഹിയറോ മാധ്യമങ്ങൾ കണ്ടപ്പോഴും അത് പറഞ്ഞതാണ്. CR7 കാര്യത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ബെൻ ജേക്കബ്സും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഫബ്രിസിയോ റൊമാനോ ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. പുതിയ വിവരങ്ങളൊന്നും അതിലില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യൻ മാധ്യമങ്ങളിൽ കണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ ഫബ്രീസിയോ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് വിശ്വാസം കുറച്ച് കൂടുതലായതുകൊണ്ട് അതുകൂടി അങ്ങ് അവതരിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പൊക്കെ നമ്മൾ സൗദി മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞ വിവരം ഫബ്രീസിയോ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അൽ നസർ ഇപ്പോൾ CR7 മുന്നിലേക്ക് ഒരു പുതിയ ഓഫർ വെക്കാൻ പോവുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നത് പുതിയ ഡീല് അതോടുകൂടി സോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ക്ലബ്ബ് ക്രിസ്ത്യാനോയുടെ ഗ്രീൻ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്താൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. പുതിയൊരു കോൺട്രാക്റ്റ് അൽ നസറിൽ കണ്ടിന്യൂ ചെയ്യുന്ന പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്നുള്ളതാണ് ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത്. ലൂയിസ് ഡയസ്, ഡേവിഡ് ഹാൻകോ, അതുപോലെ പിന്നെ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡറും ഇങ്ങനെയുള്ളവരെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സമ്മറിലേക്ക് വേണ്ടി അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വിവരം തന്നെയാണ്. അത് ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ നിലനിർത്താനുള്ള അൽ നസറിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എന്തായാലും ക്രിസ്ത്യാനോ പോയിട്ടില്ല. ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കിരീടങ്ങൾക്ക് വേണ്ടി പോരാടണം, അതിനുള്ള കെൽപ്പ് ടീമിനുണ്ടാവണം. അതുതന്നെയാണ് CR7 മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. വിജയിക്കണം, കിരീടങ്ങൾ ചൂടണം, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അൽ നസറിലേക്ക് എത്തിയിട്ട് മേജർ ട്രോഫി ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. അറബ് കപ്പ് അല്ലാതെ, അതാണെങ്കിൽ മേജർ ട്രോഫിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കിരീടത്തിലേക്ക് പോകണം, അതിനുള്ള ഒരു ശക്തി ടീമിനുണ്ടാവുകയും വേണം. അതുതന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.